കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്നും ഇഡിക്ക് മുൻപിൽ ഹാജരായില്ല. സമൻസ് റദ്ദാക്കണമെന്ന ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാവാതിരുന്നത്. ഇത് 6ാം തവണയാണ് തോമസ് ഐസക്കിന് ഇഡി സമൻസ് നൽകിയിരുന്നത്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിജീഷിലേക്ക് പോകാം. അതിനു മുമ്പ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ കാണാം. സമൻസിന് ഇടക്കാല സ്റ്റേ എന്ന ആവശ്യം ഹൈക്കോടതി അനുവദിച്ചിട്ടില്ലെങ്കിലും ഇന്ന് ഹാജരാകുന്നതിലെ തീരുമാനം തോമസ് ഐസക്കിന് വിട്ടിരുന്നു. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 18ലേക്ക് മാറ്റിയിരിക്കുകയാണ്. സമൻസിനെ ചോദ്യം ചെയ്തുള്ള ഹർജി കോടതി പരിഗണനയിലാണ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്നത്. ഹാജരാകില്ലെന്ന് ഇഡിയെ നേരിട്ടോ മെയിൽ വഴിയോ അറിയിച്ചിരുന്നില്ല. അന്വേഷണവുമായി സഹകരിച്ചുകൂടെ എന്ന് കോടതി നേരത്തെ ഹർജി പരിഗണിക്കുമ്പോൾ ഐസക്കിനോട് ആരാഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിനെത്താൻ കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് കിഫ്ബി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നു. കഴിഞ്ഞ 5 തവണ സമൻസ് ലഭിച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാറില്ലായിരുന്നു. ജനുവരിയിൽ 2 തവണ സമൻസ് ലഭിച്ചു. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുകളിലെ ഫെമ ലംഘനങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് പ്രചാരണ തിരക്കിനിടയിൽ ഇഡിയുടെ ചോദ്യമുനയിലെത്തുന്നത് CPM-നും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. തുടർച്ചയായി ചോദ്യം ചെയ്യലെത്താത്തത് ഇഡി കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഹാജരാകാത്തത് കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ടും നൽകും. ജനം, കൊച്ചി.